മോളെ, ചേട്ടനൊന്നും വരില്ല. അമ്മ ഹലോ, അവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. അവര് പോയ ബൈക്കിന്റെ നമ്പർ നിങ്ങൾക്കറിയില്ലേ? വാട്ട്? അത് ഫേക്ക് നമ്പർ ആണെന്നോ? നോൺസെൻസ്. ജഗദീഷേ, എന്റെ അച്ഛൻ. മോളെ കരയണ്ട, ഒന്നുമില്ല. വലിയേട്ട എങ്ങനെയുണ്ട് രാമേട്ട? ഡോക്ടർമാരൊന്നും പറഞ്ഞില്ലടാ. രാമേട്ടനൊന്ന് വന്നേ. ഇതെവിടെ വെച്ചായിരുന്നു സംഭവം? നമ്മുടെ വീടിന് മുമ്പിലുള്ള റോഡില്ലേ, അവിടെ വെച്ച്, ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച്. ഗുണ്ടകളാണ് ആക്രമിച്ചത്? അതേന്ന് പോലീസ് പറഞ്ഞു. ആരെയും അവർ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ആരാ ഇതിന്റെ പിന്നിലെന്ന് എനിക്കറിയാം. അത് ഉറപ്പായ പിന്നെ പോലീസൊന്നും വേണ്ട, ഞാൻ കൈകാര്യം ചെയ്തോളാം. എങ്ങനെയുണ്ട് മോളെ എന്റെ കുഞ്ഞിന്? അവരൊന്നും പറയുന്നില്ല അച്ഛാ. മുത്തശ്ശ, ദൈവത്തോട് പ്രാർത്ഥിക്കും മോളെ. എന്താ മുത്തശ്ശ എന്റെ മുത്തശ്ശി വരാത്ത? എന്റെ അച്ഛനോടുള്ള മുത്തശ്ശിയുടെ വൈരാഗ്യം ഇനിയും തീർന്നില്ല. മുത്തശ്ശി ആകെ പതറിപ്പോയി മോളെ. അവൾക്ക് മോനെ കാണാനുള്ള ശക്തിയില്ല. ഞാൻ വിളിച്ചതാ, വന്നില്ല. ഡോക്ടർ, ജയറാമിന്റെ ആരാ? അച്ഛനാ. ജയറാമിന്റെ പരിക്കുകളൊക്കെ അല്പം സീരിയസാ. ആഴത്തിൽ മുറിവുണ്ടോ? ഓപ്പറേഷൻ വേണ്ടിവരും. അടിയന്തരമായി ഞങ്ങൾ അതിലേക്ക് കടക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് കൂടുതൽ എന്തെങ്കിലും പറയാൻ പറ്റൂ? കുടുംബത്തിലെ ആദ്യത്തെ കുട്ടിയ എന്റെ മൂത്ത മകൻ. അവനെ എങ്ങനെയെങ്കിലും തിരിച്ചു തരണം ഡോക്ടർ. വേണ്ടതെല്ലാം ചെയ്യാം. സമാധാനമായിരിക്കും.
ഏട്ടന് വല്ലതും പറ്റുമോ ദൈവമേ? എന്തൊക്കെയായാലും എന്റെ കൂടപ്പറപ്പല്ലേ. വല്ലതും പറ്റി എന്റെ പേര് വരുമെന്ന് എന്റെ പേടി. ഉഫ്. പല പ്രാവശ്യം വിളിച്ചിട്ട് രാമേട്ടൻ എടുക്കുന്നില്ലല്ലോ. ഒന്നുകൂടെ വിളിക്കാം. എടുക്കുന്നില്ല. ഇതെന്താ എടുക്കാത്തെ? സാവിത്രി. ഹലോ രാമേട്ടാ, എന്താ നിങ്ങൾ ഫോൺ എടുക്കാത്തെ? വീട്ടിലിരിക്കുന്നവർക്ക് വിവരങ്ങൾ അറിയണ്ടേ? ഞങ്ങളെല്ലാവരും ഇവിടെ വളരെ ടെൻഷനില്ല, അതാ ഫോൺ എടുക്കാഞ്ഞത്. ഏട്ടൻ എങ്ങനെയുണ്ട് രാമേട്ടാ? എന്റെ സാവിത്രി, ജയറാമേട്ടന്റെ സ്ഥിതി വളരെ സീരിയസാ. സീരിയസോ? വളരെ സീരിയസ്. അടിയന്തരമായിട്ട് ഒരു ഓപ്പറേഷൻ നടത്തണമെന്നാ പറയുന്നത്. ഓപ്പറേഷനോ? ജയറാമേട്ടനെ തിയേറ്ററിലേക്ക് കയറ്റാൻ പോവാ. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റൂ. നീ എന്തായാലും ദൈവത്തോട് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. ഈശ്വര. ഹലോ, എന്റെ ദൈവമേ, മോള് മരിച്ചു പോവോ? എന്തായാലും മാറി നിന്ന് എല്ലാവരും സംശയിക്കും. ഹോസ്പിറ്റലിൽ പോണം. എന്റെ ഭാഗം ക്ലിയർ ആക്കി വെക്കണം. ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. ഭഗവാനെ, കൃഷ്ണ, എന്റെ കുഞ്ഞിനെ ഞാൻ കാണാൻ പോകാത്തതിനും അവനോട് ഞാൻ ക്ഷമിക്കാതിരുന്നതിനും എനിക്ക് വലിയ ശിക്ഷ നൽകരുത്. ഇത്രയും നാളും ഞാൻ എന്റെ പൊന്നുമോനെ അവഗണിക്കുകയും അപമാനിക്കുകയും ചെയ്തു. എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞിനൊരു ആപത്തും വരുത്തരുത്. അവന് പകരമായി എന്റെ ജീവൻ എടുത്തോളൂ. ഭഗവാനെ, കൃഷ്ണ, അമ്മേ, അമ്മയില്ലാത്തൊരു ലോകം എനിക്കില്ല. എനിക്കൊരു തെറ്റുപറ്റിപ്പോയി. എന്നോട് ക്ഷമിക്കണം അമ്മേ. മോനെ,
മോനെ മോൻ. അയ്യോ മോനെ രാജലക്ഷ്മി, തെറ്റുപറ്റാത്ത മനുഷ്യരില്ല. നമ്മുടെ മകനും ഒരു തെറ്റുപറ്റിപ്പോയി. അവനെ ഞാനോ നീയോ വിളിച്ചാൽ വരാത്തിടത്തേക്ക് പറന്നു പോയേക്കും. അവനോട് ഇനിയെങ്കിലും നിനക്ക് ക്ഷമിച്ചൂടെ? എന്റെ പൊന്നു മോനെ. മുത്തശ്ശി, ഇപ്പോഴും മുത്തശ്ശിക്ക് പാവന്റെ അച്ഛനോട് ദേഷ്യമാണോ? ഒന്ന് വിളിക്കും മുത്തശ്ശി, എന്റെ അച്ഛനെ മോനേന്ന്. എന്റെ മോനെ. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിനെ കൈവിടല്ലേ. ഭഗവാനെ, എന്റെ കൃഷ്ണ, എന്റെ കുഞ്ഞിനെ കാത്തോണേ ഭഗവാനെ. ഇത് വലിയ കുഴപ്പത്തിലാവോ ദൈവമേ? മനസ്സിനൊരു സമാധാനം ഇല്ലല്ലോ. ഈശ്വര, ഇതവള് തന്നെ. ഹലോ ഇന്ദ്രജ. എങ്ങനുണ്ട് സാവിത്രി? നീ എന്നെ കളിയാക്കിയില്ലേ? പക്ഷേ ഞാൻ എന്റെ വാക്ക് പാലിച്ചു. ഇതാണ് ഇന്ദ്രജ. ഇതിത്തിരി കൂടിപ്പോയി ഇന്ദ്രജ. നീ ആളെ കൊന്നുകളയുന്നൊന്നും ഞാൻ കരുതിയില്ല. ആ, അതും കൂടി ചോദിക്കാനാ ഞാനിപ്പോ വിളിച്ചെ. അയാളുടെ അവസ്ഥ എങ്ങനെയുണ്ട്? ആ ജയറാമന്റെ ആള് കാഞ്ഞു പോവാനാ സാധ്യത. അയ്യോ, ബോധമില്ല. ഇപ്പൊ എന്തോ ഓപ്പറേഷൻ വേണമെന്നാ മറ്റു പറയുന്നു. കാഞ്ഞു പോട്ടെ. ഇവനൊക്കെ ജീവിച്ചിരിക്കാൻ പാടില്ല.
എന്തായാലും ഗുണ്ടകൾക്ക് കാശ് കൊടുത്തത് വെറുതെ ആയില്ല. ദേ വെട്ടും കുത്തുവേറ്റ് ചോരയിൽ കുളിച്ചു കിടക്കുന്നത് ഞാൻ പോയി എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. സ്പോട്ടിൽ തീർത്തേക്കാനാ ഞാൻ അവന്മാർക്ക് നിർദ്ദേശം കൊടുത്തത്. ദേ, ഇത് വലിയ പ്രശ്നമാവും ഇന്ദ്രജെ. എനിക്ക് പേടിയാവുന്നു. രണ്ട് കൊടുക്കണമെന്നല്ലേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, കൊല്ലാനൊന്നും ഞാൻ പറഞ്ഞില്ല ഇന്ദ്രജെ. അതെന്താ സാവിത്രി ഇപ്പൊ അങ്ങനെയൊക്കെ പറയുന്നത്? അതല്ല ഇന്ദ്രജെ, ഏട്ടനെ ഗുണ്ടകൾ വെട്ടുന്നത് കണ്ട അവിടെ പോലീസ് എത്തിയത്. അത് ഗുണ്ടകളാണെന്നും സംഗതി കൊട്ടേഷനാണെന്നും പോലീസിന് മനസ്സിലായിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നിൽ ജയറാം ACP കാർത്തിയുടെ അമ്മാവന്. അതിന് ഇന്ദ്രജിക്കറിയാലോ, തല പോയാലും ഒരു സ്വാധീനത്തിനും വഴങ്ങുന്നവനല്ല എന്റെ മകൻ കാർത്തിക്. ഏട്ടൻ മരിച്ചാലും ഇല്ലെങ്കിലും കാർത്തി ഈ കേസ് ഏറ്റെടുക്കും. സാവിത്രി എന്താ പറഞ്ഞു വരുന്നേ? അതെ, ഇന്ദ്രജ അച്ഛമ്പങ്ങളാണെന്നൊന്നും ചിലപ്പോ കാർത്തി കരുതില്ലേ. ഇതിന്റെ പിറകിൽ ഇന്ദ്രജയാണെന്നറിഞ്ഞ കാർത്തി പിടികൂടുന്നത് ഇന്ദ്രജയെ തന്നെയായിരിക്കും. എങ്ങനെ എങ്ങനെ? അല്ല, ഇന്ദ്രജ ഒന്ന് കരുതിയിരുന്നോളെ. കരുതിയിരിക്കേണ്ടത് ഞാനല്ല, നീയാ. സ്വന്തം ഏട്ടനെ കൊല്ലിക്കണമെന്ന് നിരന്തരം എന്നോട് ആവശ്യപ്പെട്ടത് നീയാ. ഇന്ദ്രജ ചെയ്തവനേക്കാൾ കുറ്റം ചെയ്യിപ്പിച്ചവനാ. പ്രേരണ കുറ്റമാണ് ഏറ്റവും വലിയ കുറ്റം. ഇന്ദ്രജ, ഞാൻ കൊല്ലാനൊന്നും പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞതിനൊക്കെ എന്റെ കയ്യിൽ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്. എന്ത്? ഒന്നിച്ചു നിന്നാൽ നിനക്കും എനിക്കും കൊള്ളാം. എനിക്കിട്ട് പാരരാകിയാൽ ജയിലിലേക്ക് പോകുന്നത് നമ്മൾ ഒരുമിച്ചായിരിക്കും. അത് മറക്കണ്ട. അത് ദൈവമേ, ഞാനൊരു രാജവെമ്പാലയാണല്ലോ കാശുമാലയാക്കി ഇത്രയും നാളും കഴുത്തിലിട്ടത്. ഓപ്പറേഷൻ തുടങ്ങിയിട്ട് 2 മണിക്കൂറായി. ഡോക്ടർമാരും പുറത്തേക്ക് ഇറങ്ങിയില്ലല്ലോ. എന്റെ അച്ഛനോട് ആർക്കാ ഇത്ര ശത്രുത? എന്തിനാ എന്റെ അച്ഛനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? എന്റെ അച്ഛൻ എന്തെങ്കിലും പറ്റിയ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. മോളെ, എന്റെ അച്ഛനെ കാത്തോളുടെ ദൈവമേ. മോളെ, നീ കരയാതെ. എന്റെ ദൈവമേ, ഞാൻ എന്റെ വേദന ആരോട് പറയും? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കെന്റെ ചേട്ടനെ മറക്കാൻ പറ്റില്ല. എന്റെ ചേട്ടനൊന്നും വരുത്തരുതേ ഭഗവാനെ.